Good day dear friends, welcome to Eliza J Embroidery channel. ഇന്നൊരു ട്യൂട്ടോറിയലാണ് കടായി കമ്മൽ സ്റ്റിച്ച് എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ എംബ്രോയിഡറി ആണ് കാണിക്കാൻ പോകുന്നത്. കടായി കമ്മൽ സ്റ്റിച്ച് ഒറിജിനേറ്റ് ചെയ്തത് ആന്ധ്രാപ്രദേശിലാണ്. ഒരു ജോമെട്രിക്കൽ ഷേപ്പാണ് ഈ സ്റ്റിച്ചിനുള്ളത്. അപ്പം ചില ആൾക്കാർക്ക് ഭയങ്കര ജോമെട്രിക്കൽ സ്ട്രക്ചേഴ്സിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത്, ഡിസൈൻസിനോടൊക്കെ. ചില ആൾക്കാർക്ക് റൗണ്ടഡ് ഡിസൈൻസ്, റൗണ്ടഡ് ഷേപ്സിനോടൊക്കെയാണ് അട്രാക്ഷൻ തോന്നുന്നത്. അപ്പം ജോമെട്രിക്കൽ ഷേപ്സും ഡിസൈൻസും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ പെർട്ടിക്കുലർ സ്റ്റിച്ച് ആപ്റ്റ് ആയിരിക്കും. ഓൾസോ ഇറ്റ് ഈസ് ബിഗിനർ ഫ്രണ്ട്ലി. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇതാണ് കടായി കമ്മൽ സ്റ്റിച്ചിൻ്റെ ബേസിക് സ്കെച്ച് ഞാൻ വരച്ചിരിക്കുന്നത്. ഇപ്പം പല രീതിയിൽ ആൾക്കാർ ചെയ്യാറുണ്ട്, ബട്ട് എനിക്കിതാണ് കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. അതുകൂടാതെ കുറച്ചുകൂടെ അതിൻ്റെ പ്രിസിഷൻ കൂടുതലായിരിക്കും. സോ ഇതിപ്പോൾ ഞാൻ ഒരു സ്ക്വയർ വരച്ചിരിക്കുന്നത് 6 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇതിലും ചെറുത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. യൂഷ്വലി സാരീസിലൊക്കെ നമുക്ക് 4 to 6 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന വർക്കാണ് കടായി കമ്മൽ സ്റ്റിച്ച് ചെയ്യുന്നത്. സോ ഈ ഒരു മെത്തേഡിൽ നമ്മളിപ്പോൾ ബേസിക് സ്കെച്ച് വരയ്ക്കുമ്പോൾ ഈ സ്ക്വയറിനെ 4 ആയിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഓരോ സ്ക്വയറും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ ഒരു എക്സ്ട്രീം എഡ്ജ് കൺസിഡർ ചെയ്തിട്ട് ഈക്വൽ ലെങ്ത്തിൽ 2 സൈഡ്സിലോട്ടും പോയിൻറ്റ്സ് ഇടണം. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഓപ്പോസിറ്റ് സൈഡ്സിൽ ഈക്വൽ ലെങ്ത്, ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 0.5 സെൻറ്റിമീറ്റർ, ഹാഫ് സെൻറ്റിമീറ്റർ കേട്ടോ. അപ്പം ഹാഫ് സെൻറ്റിമീറ്റർ ഫസ്റ്റ് പോയിൻറ്റ്, പിന്നെ ആ പോയിൻറ്റിൽ നിന്ന് താഴോട്ട് ഹാഫ് സെൻറ്റിമീറ്റർ 2 സൈഡ്സിലും ഈക്വൽ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് സെൻറ്ററിലോട്ട് ലൈൻസ് വരയ്ക്കണം. പിന്നെയും 2 ലൈൻസ് ഈച്ച് സൈഡിലോട്ട് വരയ്ക്കണം, ഓരോ സൈഡിലും. അതായത് ഈ സ്ക്വയറിൻ്റെ, സ്മോൾ സ്ക്വയറിൻ്റെ ഓരോ സൈഡിലോട്ടും പിന്നെയും 2 ലൈൻസ് വരയ്ക്കണം. ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഈ ലൈൻസിന് 2.5 സെൻറ്റിമീറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ ലൈൻ ഐ ഹവ് ടേക്കൺ 1.5 സെൻറ്റിമീറ്റർ. സോ ബേസിക്കലി ഇതിനൊരു ലീഫ് സ്ട്രക്ചർ വരണം. സെയിം തിങ് ആണ് ബാക്കി 3 സ്ക്വയർസിലും ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡിസൈൻ നമ്മുടെ ക്ലോത്തിലോട്ട് ട്രേസ് ചെയ്തെടുക്കണം. ഇനിയും ട്രേസ് ചെയ്തിരിക്കുന്ന ആ ലൈൻ്റെ മേളിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ആദ്യം ആ ഒരു ഫസ്റ്റ് പെറ്റൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനിയും ഓൾട്ടർനേറ്റ് സ്ട്രാൻഡ്സിൻ്റെ അടിയിൽ കൂടെ നമ്മൾ നമ്മുടെ സൂചി മൂവ് ചെയ്യണം. അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മളിപ്പം കൺസിഡർ ചെയ്യാഞ്ഞ സ്ട്രാൻഡ്സിൻ്റെ അടിയിൽ കൂടെ, അതും ഓൾട്ടർനേറ്റ് സ്ട്രാൻഡ്സിൻ്റെ അടിയിൽ കൂടെ നമ്മൾ സൂചി മൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു നെറ്റ് പോലുള്ളൊരു ഫോർമേഷൻ വരുന്നുണ്ട്. അത് നമ്മൾ ആ ഹോൾ
നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തേക്കുന്ന ആ സ്ട്രാൻഡ്സിൻ്റെ ഇടയ്ക്കൂടെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് കൊടുക്കണം.
താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനിയും ഞാൻ കുറേ ട്യൂട്ടോറിയൽസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ എംബ്രോയ്ഡറി ഒക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം. താങ്ക് യു. ബൈ.